എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അരിപ്പൊടി കൊണ്ടുള്ള മുറുക്കാണ്. അരി വെള്ളത്തിലിടുക, പൊടിക്കുകയൊന്നും വേണ്ട. അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് നമുക്ക് അരിമുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെയാണ് അരിമുറുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് അരിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് മുറുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പോളം ഉഴുന്ന് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഉഴുന്നല്ല, ഉഴുന്ന് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 കപ്പ്. അപ്പോഴാണ് നമ്മൾ പൊടിക്കുമ്പോൾ 1 കപ്പ് പൊടി കിട്ടുള്ളൂ. നന്നായിട്ട് ചുമന്ന് വറുത്ത് പൊടിക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പാനിൽ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കണ്ടിന്യൂസായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ചോക്കണം കേട്ടോ. ഇനി നമുക്ക് വാങ്ങിയെടുത്ത് തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിക്കാം. മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പോളം അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ വിജയൻ്റെ റെഡിമെയ്ഡ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 4 കപ്പ്. 4:1 ആണ് മുറുക്കിൻ്റെ റേഷ്യോ. അപ്പോൾ 4 കപ്പ് അരിപ്പൊടി എടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ച ഉഴുന്നുപൊടി 1 കപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 1 സ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഒരു 6 ടീസ്പൂണോളം റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 6 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വെണ്ണ ഉപയോഗിക്കാം കേട്ടോ. വെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ റീഫൈൻഡ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ഡ്രൈ പൗഡറും ജീരകവും ഉപ്പൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. വല്ലാണ്ട് ലൂസാവാൻ പാടില്ല, വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല. അതനുസരിച്ച് ആ റേഷ്യോയിൽ നമ്മൾ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ ശ്രമിക്കണം. ഒരു പ്രാവശ്യം നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ, ഒരുവിധം സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ, കണ്ടില്ലേ, ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കണം. നമുക്ക് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. ഇനി ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചാൽ വേഗത്തിൽ അത് സോഫ്റ്റായി കിട്ടും. നന്നായിട്ട് അമർത്തി കുഴച്ച് കഴിഞ്ഞാലേ നല്ല സോഫ്റ്റായി കിട്ടും. സോഫ്റ്റ് ആവണം, അപ്പോഴേ മുറുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഈ സേവനാഴിയിലാട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൽ കുറച്ച് നല്ലോണം എണ്ണ പരട്ടി കൊടുക്കുക. എന്തെങ്കിലും റീഫൈൻഡ് ഓയിലോ, അത് മാവ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഉള്ളിലും പിന്നെ ആ ചില്ലിലും ഒക്കെ നമ്മൾ നന്നായിട്ട് റീഫൈൻഡ് ഓയിൽ പരത്തി കൊടുക്കണം. മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. സേവനാഴിയിൽ മാവ് നിറയ്ക്കുക. സാധാരണ എല്ലാവരും ചെയ്യേണ്ടതൊക്കെ തന്നെയാണ്. സേവനാഴിയിൽ മാവ് നിറച്ചിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞു നോക്കാം ആദ്യം. അപ്പോൾ മാവ് നിറച്ചു. ഇനി നമുക്കൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് പോളിത്തീനിൽ പിഴിഞ്ഞിടാം. അപ്പോൾ നോക്കാം, അത് ശരിക്കും വരുന്നുണ്ടോ നോക്കാം മുറുക്ക്. അപ്പോൾ ശരിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പോളിത്തീനിൽ പിഴിഞ്ഞിടാം. ഒരു പോളിത്തീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലാണ് പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പതുക്കെ ചുറ്റി ഇങ്ങനെ റൗണ്ടാക്കുക. അത്രയേ ഉള്ളൂ. റൗണ്ടാക്കിയിട്ട് ഇനി അതൊന്ന് യോജിച്ച് കൊടുക്കുക, ഒന്ന് ഒട്ടിക്കുക അവിടെ. അത്ര വേണ്ടൂ. നമുക്ക് ഒരുവിധം മുറുക്ക് ഒരു ട്രിപ്പിൻ്റെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് അത് അടുപ്പത്തിടുമ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പതുക്കെ ചുറ്റുക, പൊട്ടാണ്ട് പതുക്കെ ചുറ്റുക. എന്നിട്ട് ആ ഷേപ്പ് വരുത്തുക. അത്രയേ ഉള്ളൂ. ഷേപ്പ് ഇല്ലെങ്കിലും വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ മുറുക്കും ഉണ്ടാക്കി പോളിത്തീനിൽ ആദ്യം വെക്കണം. പോളിത്തീനിലാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. അതിന് ശേഷം അടുപ്പത്ത് എണ്ണ ചൂടാവുന്നുണ്ട്. ചുറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടാതിരിക്കാൻ നോക്കണം. അത്രയേ ഉള്ളൂ. മുറുക്കുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് പതുക്കെ ചുറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ മുറുക്കുകളൊക്കെ ഒരുവിധം തയ്യാറായിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പിനുള്ളത്. അപ്പോൾ അടുപ്പത്ത് എണ്ണ ചൂടാവുന്നുണ്ട്. നമുക്ക് അടുപ്പത്തെ ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു കഷ്ണം അരിമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് എണ്ണയുടെ മൂപ്പ് അറിയാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ അതിങ്ങനെ ചട്ടം കൊണ്ട് പതുക്കെ എടുക്കണം കേട്ടോ മുറുക്ക്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. പതുക്കെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുക. അത്രേ വേണ്ടൂ. ഇനി നമുക്ക് എല്ലാ മുറുക്കും ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടാണ്ട് ചട്ടവും കൊണ്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ മുറുക്കും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ മുറുക്കും പതുക്കെ
ചട്ടവും കൊണ്ട് എടുക്കുക, എന്നിട്ട് എണ്ണയിലിടുക, അത്രേ വേണ്ടൂ. പിന്നെ തീയിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് മീഡിയത്തിനേക്കാളും കുറച്ചും താത്തി വെക്കണം കേട്ടോ. നല്ലാണ്ട് ലോലല്ല, എന്നാലും മീഡിയത്തിനേക്കാളും ലോല് വെക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ മുറുക്കെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കെല്ലാം മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നല്ലൊരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം. ഇപ്പോൾ തന്നെ വെന്ത് കഴിഞ്ഞു, പതയൊക്കെ വറ്റിയുണ്ട് നല്ലോണം. ഉള്ളു നല്ലോണം വേവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് മുറുക്ക് മറിച്ചിടാം. 2-3 പ്രാവശ്യം മറിച്ചിടണം കേട്ടോ. 2 ഭാഗവും നല്ലോണം വേവിക്കണം. മറിച്ചിട്ടിട്ട് ഇനി പൊട്ടൊന്നുമില്ല, നല്ലോണം മുറുകി. ഇനി അത് അവിടെ കിടന്ന് വേവണം കുറച്ച് നേരം. വെന്തതിന് ശേഷം നല്ലൊരു നിറവും വരും. നമുക്ക് മനസ്സിലാവുന്നത് കണ്ടില്ലേ, മുറുക്കിന് നിറമൊക്കെ വ്യത്യാസമായി, പതയൊക്കെ വറ്റിയ എണ്ണയുടെ. അപ്പോൾ നല്ലോണം വെന്തു. ഇനി നമുക്ക് വാങ്ങിയെടുക്കുക. നല്ല ഫ്രൈ ആയതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി എല്ലാ മുറുക്കും വാങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിടാം. എല്ലാ മുറുക്കും വാങ്ങിയെടുക്കാം. നമ്മുടെ മുറുക്ക്, അരിപ്പൊടി കൊണ്ടുള്ള മുറുക്ക് തയ്യാറായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയണതൊക്കെ തന്നെയായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്